മക്കൾ ജനിച്ച അന്നു മുതൽ ചോര നീരാക്കി ഒരായുസിന്റെ മുക്കാൽ ഭാഗവും മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന അച്ഛന്മാർക്കും വേണ്ടിയ ഒരു ദിവസം. അച്ഛൻ എന്ന തണൽമരത്തിന് മനസ്സിൽ സ്നേഹം കൊണ്ടൊരു ആദരം നൽകിയാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ഫാദേഴ്സ് ഡേ സമ്മാനം. അച്ഛൻ പലപ്പോഴും കർക്കശക്കാരനായിരിക്കാം, സ്നേഹവും കരുതലും ഒക്കെ ഉള്ളിൽ നിറച്ച് ജീവിക്കുന്ന ഒരാളായിരിക്കാം. പക്ഷേ എങ്കിലും അമ്മ ഒന്ന് വഴക്ക് പറഞ്ഞാൽ പോലും വിഷമം വരാത്ത നമ്മൾ അച്ഛൻ ചിലപ്പോൾ ചെറുതായി ഒന്ന് ദേഷ്യപ്പെട്ടാൽ പോലും തകർന്നു പോയേക്കാം. മക്കൾ ജനിച്ചാൽ പിന്നെ അച്ഛൻ്റെ സ്വപ്നങ്ങളൊക്കെയും മക്കളിലാണ്. പിന്നീട് ആ ശരീരത്തിൽ നിന്ന് പൊടിയുന്ന ഓരോ തുള്ളി വിയർപ്പിന്റെ ഫലം അനുഭവിക്കുന്നതും മക്കളാണ്. അച്ഛൻ കരയുന്നത് നമ്മൾ ആരും അധികം കണ്ടിട്ടുണ്ടാവില്ല. അത് ഉള്ളിൽ സങ്കടമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ഒന്ന് പൊട്ടിക്കരയാൻ പോലും അച്ഛൻ എന്ന പദവിക്ക് കഴിയാറില്ല. കണ്ണുനീരൊക്കെ ഉള്ളിൽ ഒതുക്കി മനസ്സിൽ നൂറുകൂട്ടം പ്രശ്നങ്ങളുമായി നടക്കുന്ന അച്ഛൻ എപ്പോഴും നമ്മൾ മക്കൾക്ക് ഒരു സീരിയസ് മാൻ തന്നെയാണ്. ഒന്ന് ഫോട്ടോ എടുക്കുമ്പോൾ പോലും നമ്മൾ പറയാറുണ്ട്, അച്ഛന് ചിരിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ അച്ഛന് നല്ല ഉടുപ്പിട്ട് നടന്നൂടെ, അല്ലെങ്കിൽ അച്ഛനൊന്ന് ഒരുങ്ങി നടന്നൂടെ എന്നൊക്കെ. പക്ഷേ പണ്ടൊക്കെ അച്ഛനും അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ മക്കൾ ജനിച്ചതിൽ പിന്നെ ആ മനുഷ്യന്റെ ലോകം എന്ന് പറയുന്നത് മക്കളാണ്, അല്ലെങ്കിൽ അവരെ നല്ല നിലയിൽ എത്തിക്കണമെന്ന് മാത്രമേ ആ മനസ്സിലുള്ളൂ. സ്നേഹവും കരുതലും ഒക്കെ ഉള്ളിൽ നിറച്ച് നിശബ്ദനായി നടക്കുന്ന ഒരാളാണ് അച്ഛൻ. എത്രയൊക്കെ ഇല്ലായ്മ പറഞ്ഞാലും ഒന്നും ബാക്കി വെക്കാതെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന ഒരാൾ, എല്ലാ പരാതികളും തീർക്കുന്ന എന്നാൽ ആരോടും പരാതിയില്ലാത്ത ഒരാൾ, അതാണ് അച്ഛൻ. മക്കൾ കൺമുന്നിൽ നിന്ന് അകലുമ്പോൾ അച്ഛൻ്റെ കണ്ണുകളും നിറയാറുണ്ട്. ഗൗരവത്തിന്റെ ആ മുഖംമൂടിക്ക് താഴെ അലിവിന്റെ ഒരു മുഖം കൂടിയുണ്ട് എല്ലാ അച്ഛന്മാർക്കും.